നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൈറിച്ചിന്റെ പ്രശ്നങ്ങൾ പറ്റുന്ന സമയത്ത്. ഞാൻ ഇപ്പോഴും പറയണത്, നമുക്ക് ഒറ്റ പ്ലസ് പോയിന്റ് ആണ് ഞാൻ ഇതിൽ കാണുന്നത്. കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ പോലും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. ഒരു പരാതിയും ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുത്തിരിക്കുന്നത് പുറത്തുനിന്ന് കളി കാണുന്ന ആളുകളാണ്. അതായത് എത്രയോ ലക്ഷം ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥാപനം നല്ല രീതിയിൽ പോകണു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെ ഉണ്ടാവും, അസൂയ ഉണ്ടാവും. അത് വളർന്നു വരുന്നത് തടയാനും അത് തകർക്കാനും ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളാണ് ഇതിന് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക്. കാര്യം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വ്യക്തമായിട്ട് നമുക്കറിയാം. അത് പിന്നീട് ഞാൻ പറയാം. അപ്പൊ ഇപ്പം അനിൽ അക്കര എന്ന് പറഞ്ഞ ആ കോൺഗ്രസ് നേതാവ്, അയാളാണ് ഇതിൽ മെയിനായിട്ട് ഈ പരാതി കൊടുത്തിരിക്കുന്ന ആളുകളിൽ ഒരാൾ. പിന്നെ കണ്ണൂർ ജില്ലയിലുള്ള ആരോ, എനിക്ക് അവരുടെ പേരറിയാൻ പാടില്ല. ഇപ്പോഴും ഞാൻ പറയണത്, നമ്മൾ ഹൈറിച്ചിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ഇതിന്റെ മാനേജ്മെന്റിന് തന്നെയാണ്. കാര്യം ഒരിക്കലും അവർ പൈസ, നമ്മുടെ ഇന്ത്യ മുടിച്ചിട്ട് ഒരുപാട് വലിയ പൈസക്കാർ പുറം രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന ലക്ഷം കോടികൾ ലോൺ എടുത്തും മറ്റുള്ള ആൾക്കാർ പൈസ പറ്റിച്ചിട്ടും പോയി ജീവിക്കുന്ന, വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പുറത്ത്. മാന്യത എന്ന് ഞാൻ പറയണത് വേറെ അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരം ആളുകളെ കണ്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇവർ ചെയ്തിരിക്കുന്നത്, ഒരുപാട് കുടുംബം, ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് നല്ല വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫേം അവർ നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. ഇതിനെതിരെ വരുന്ന ഓരോ പെയ്ഡ് ന്യൂസുകളും എല്ലാ ചാനലുകളും കൊടുത്തിരിക്കുന്നത് പെയ്ഡ് ന്യൂസ് തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. അതുപോലെ യൂട്യൂബേഴ്സ്, അവർക്ക് ഒരാളെ കുറ്റം പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് കാണാൻ ശ്രമിക്കുക. നെഗറ്റീവ്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ് മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് വില കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മറ്റുള്ള ന്യൂസുകൾ വരുമ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാണ്ട് നമ്മുടെ സത്യത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. ഇതുവരെ ഒരാൾ പരാതി കൊടുക്കാത്തിടത്തോളം കാലം, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളും പരാതി കൊടുക്കാത്തിടത്തോളം കാലം തീർച്ചയായും ശ്രീന മേഡത്തിനും പ്രതാപൻ സാറിനും അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം അവർ നമുക്ക് വേണ്ടി ചെയ്യണതാ, നമ്മളെ ലൈഫ് എന്താ പറയാ സെക്യൂറാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മറ്റൊരു വാർത്തകളിൽ, അതായത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളിൽ ആരും ഇടപെട്ട് വീണ് പോയി അതിൽ സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ ജെന്യൂൻ ആയിട്ട് ഇത് തീരും. ഈ കേസ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ അറിവ്. അപ്പൊ എല്ലാവരും സമാധാനത്തിലിരിക്കും. ഞാനും സമാധാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഹൈറിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിപ്പം ഒക്കെ നിന്നിരിക്കുകയാണ്. അതിന്റെ ഒരു അസ്വസ്ഥത നമുക്ക് എല്ലാവരും കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞ പരാതി കൊടുത്ത ഒരുത്തന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പൈസ പോലും കൊണ്ടുതരില്ല. നമ്മളോട് ഒരു വായ്പ ചോദിച്ചു നോക്ക്, തരൂല. അതങ്ങനെയാണ്. അപ്പം നശിപ്പിക്കാൻ മാത്രമേ ആളുകൾ ശ്രമിക്കൂ, നന്നാവാൻ ഒരാളും സമ്മതിക്കില്ല. അതുകൊണ്ട് ഹൈറിച്ച് ഏറ്റവും നല്ല പവർഫുള്ളോടുകൂടെ തിരിച്ചു വരും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കുറച്ച് ദിവസം കൂടെ എല്ലാവരും ക്ഷമിക്കണം. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എല്ലാ ആളുകളും ഹൈറിച്ചിന്റെ കൂടെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ സമാധാനപ്പെടും. നമുക്ക് നല്ല ദിവസങ്ങൾ ഇനി വരാൻ കിടക്കുന്നു.